കുറേ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ലൈനിങ് ഇല്ലാത്ത ചുരിദാറുകളിലാണെങ്കിലും ലൈനിങ് ഉള്ള ചുരിദാറുകളിലാണെങ്കിലും ഒക്കെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതിന് ക്രോസ് പീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്രോസ് പീസ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ക്രോസ് പീസിൻ്റെ വിഡ്ത്തായിട്ട് നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ച് വരെയോ എടുക്കാം. അതൊക്കെ നമ്മുടെ താല്പര്യമാണ്. പക്ഷേ മാക്സിമം 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് മാത്രം എടുത്താൽ മതിയാവും. എന്നാൽ മാത്രമേ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഒരു സ്ക്വയർ പീസിൻ്റെ അറ്റത്ത് ഇതുപോലെയൊന്ന് ചെരിച്ച് നമുക്കൊരു അടയാളം കൊടുക്കാം. അതായത് ക്രോസ് പീസിൻ്റെ വിഡ്ത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നിങ്ങൾ 1.5 ആണോ 2 ആണോ എത്ര ഇഞ്ചാണ് എന്നുണ്ടെങ്കിൽ അത് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് തന്നെ കീപ്പപ്പ് ചെയ്യണം. ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 1.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആ വിഡ്ത്ത് ഇതുപോലെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ക്രോസ് ആയിട്ട് തന്നെ ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ വരക്കാം. പക്ഷേ ഇത് പീസിന് സ്ട്രൈറ്റ് അല്ല, പീസിന് ക്രോസ് ആയിട്ടാണ് വരുന്നത്. അധികം കൺഫ്യൂഷനിൻ്റെ ആവശ്യമില്ല, കാരണം വീഡിയോയിൽ വ്യക്തമാണ്. ആദ്യം ഇതുപോലെ ഒരു ഭാഗത്ത് നമുക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം വേണം അടുത്ത ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാൻ. എത്ര വേണം ലെങ്ത്ത് എന്നുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ്. നെക്കിൻ്റെ ഡിസൈനിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കൃത്യമായ രീതിയിൽ ക്രോസ് പീസിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് അറിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏകദേശം ലെങ്ത്ത് എടുക്കുക. കുറഞ്ഞു പോവാതെ സൂക്ഷിക്കുക. കുറയുകയാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അപ്പുറം സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വിഡ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ആ ലൈനും തുണിക്ക് ക്രോസ് ആയിട്ട് തന്നെയാണ് വരേണ്ടത്. വീതി കറക്റ്റായി വരാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. ഇത് കാണുമ്പോൾ തന്നെ ഇതുപോലെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 2 സൈഡിലും നമ്മൾ ലൈൻ വരച്ചതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഒരു ലിമിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഇത്ര ലെങ്ത്ത് എന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് തന്നെ ഫിനിഷ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം വരെ നമുക്ക് കൃത്യമായ അളവ് അറിയുമെങ്കിൽ അത്രയും ലെങ്ത്ത് മാത്രം എടുത്തുകൊണ്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ കാണിക്കുന്നത് നെക്സ്റ്റ് ക്രോസ് ലൈനും കൂടെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. ഇപ്പോൾ വരച്ചു വെച്ചിട്ടുള്ള ഈ ക്രോസ് പീസിൻ്റെ അപ്പുറത്തു കൂടെയൊക്കെ നമ്മൾ ഇതേപോലെ ഈ ക്രോസ് പീസിൻ്റെ സെയിം വിഡ്ത്ത് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്ത് ഒക്കെ അടയാളപ്പെടുത്താൻ സാധിക്കും. അവിടെ നിന്നും കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ഈ ഒരു പീസ് വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് കിട്ടും. ചില ആളുകൾ സ്ലീവിനൊക്കെ പൈപ്പിംഗ് കൊടുക്കാനൊക്കെ ഇതുപോലെ ക്രോസ് പീസ് ഉപയോഗിക്കാറുണ്ട്. കോൺട്രാസ്റ്റ് കളേഴ്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കളറിലുള്ള ചുരിദാറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ബ്ലൗസ് പീസിൻ്റെ നെക്കിനും എല്ലാം കൊടുക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ക്രോസ് പീസ് എടുക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷേ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ക്രോസ് ലൈൻ ആയിട്ട് തന്നെ എടുക്കുന്നത്. ചില ആളുകൾക്ക് സംശയമുണ്ടാവും, ക്രോസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ബാലൻസ് നമ്മൾ ആവശ്യമില്ലാതെ പോവുകയോ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോവുമോ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് കൂടുതൽ ക്രോസ് പീസ് ആവശ്യമാണ് ഈ ഒരു പീസിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു പീസിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നീറ്റായിട്ട് തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വരച്ചു കൊടുത്ത ഭാഗത്ത് കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് അളവിലുള്ള ക്രോസ് പീസാണ് ലഭിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമുക്ക് നെക്കൊക്കെ അടിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് തന്നെ മടങ്ങി കിട്ടാൻ ഇത് സഹായകമാണ്. അധികം വിടുത്തെടുക്കാതെ സൂക്ഷിക്കുക, കാരണം അത് നമുക്ക് നെക്കടിക്കുമ്പോൾ ഒരു ബാക്കിയായി വരുന്നത് കാണാം. അതുപോലെ തന്നെ അതൊരു വൃത്തികേടായിട്ടും അധികം മടങ്ങാത്ത രീതിയിലുമൊക്കെ കാണാറുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തിരുന്ന ആ ക്ലോത്തിൽ നിന്ന് തന്നെ ഇനിയും എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഇതുപോലെ ആ ഒരു ബാക്കി ഭാഗത്തു കൂടി നമുക്ക് എത്ര ഇഞ്ചാണോ നമ്മൾ നേരത്തെ ക്രോസ് പീസിനായി എടുത്തിരുന്ന വിഡ്ത്ത് അത് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം.
ഇതുപോലെ വിടുത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയാവുമ്പോൾ അളവുകൾ തെറ്റാതെ തന്നെ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് കൂടുതലും ചില ഭാഗങ്ങളിൽ കുറവുമൊക്കെയായി മാറും. അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിടുത്ത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ആ ലൈനിൽ കൂടി വരയ്ക്കേണ്ടത്. ലൈനിൽ കൂടി വരച്ചുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അളവുകളിൽ ചിലപ്പോൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് അതിൽ കൂടി വരച്ചു കൊടുക്കാം. കൈകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കെയിൽ എടുത്തിട്ട് ആ സെയിം അളവിൽ കൂടി തന്നെ കൊടുക്കാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.